ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മൾ ഫ്രീ സ്റ്റിച്ചിങ് ക്ലാസ്സിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ 2 ക്ലാസ് നിങ്ങൾ പഠിച്ചായിരുന്നോ? പക്ഷേങ്കിൽ ഒരൊറ്റ ആൾ പോലും ചെയ്തിട്ട് എനിക്ക് ഇൻസ്റ്റയിൽ ഒരൊറ്റ ഫോട്ടോ പോലും ഇതിനെപ്പറ്റി വന്നിട്ടില്ല കേട്ടോ. അതെന്ത് പറ്റി? നിങ്ങളൊന്നും ചെയ്തു നോക്കിയിട്ടില്ല? അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ആദ്യത്തെ ക്ലാസ് എല്ലാം ഇട്ടപ്പോൾ 2-3 ചേച്ചിമാർ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ച്, ഈ ഒരു ക്ലാസ് കംപ്ലീറ്റ് ചെയ്യോ, പകുതി കെട്ടിട്ട് പോവോ? ചില ആൾക്കാർ ഇങ്ങനെ തുടങ്ങും പോലും, എന്നിട്ട് പിന്നെ ഇവർ നല്ല ഇൻട്രസ്റ്റോടെ പഠിക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേക്ക് പിന്നെ അവർ അഡ്രസ്സേ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. നിങ്ങൾ എന്തായാലും നല്ല രീതിയിൽ ഞാൻ പറയുന്ന പോലെ തന്നെ പഠിക്ക്. ഞാൻ ക്ലാസ് കംപ്ലീറ്റ് തരാൻ വേണ്ടി തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ പകുതിക്കിട്ട് പോവില്ല കേട്ടോ. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യേണ്ടത് മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് വെക്കുക. എന്നാലേ നിങ്ങളെ കോൺടാക്റ്റിലുള്ളവർ മൊത്തം അറിയുള്ളൂ. കാരണം എനിക്ക് വളരെ വ്യൂ കുറവാണ്, നിങ്ങൾ കാണുന്നില്ലേ? ലൈക്കൊക്കെ വളരെ കുറവായതുകൊണ്ട് ഞാനിങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കുന്നത്. നിങ്ങളപ്പോൾ എനിക്ക് വേണ്ടി അങ്ങനെ ചെയ്യുക. വ്യൂ കൂടുതലായിട്ട് വരുമ്പോൾ ആയിരിക്കും ഞാൻ ക്ലാസ് കുറച്ചും കൂടെ സ്പീഡാക്കുന്നത്. ഇപ്പം ഞാനിത് 2 ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ മെല്ലെയാണ് അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നത്. വ്യൂ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പോകുന്നത്. നിങ്ങൾ എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, എങ്കിലേ എനിക്ക് കൂടുതലായിട്ട് വീഡിയോസ് പെട്ടെന്ന് ഇടാൻ വേണ്ടിയിട്ട് തോന്നുള്ളൂ. തീരെ വ്യൂ ഇല്ലാണ്ട് 100, 200, 1000 ഒക്കെ വ്യൂ മാത്രമായി പോയാൽ എനിക്ക് വീഡിയോസ് ഇടാൻ തന്നെ ഒരു മൂഡ് ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഓൺലൈനായിട്ട് ക്ലാസ് എടുത്തു കൊടുക്കുന്ന ഒരാളാണ്. സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ് ഞാൻ അധികം ആൾക്കാർക്ക് എടുത്തു കൊടുക്കില്ല. എനിക്ക് പരിചയമുള്ള ഒരു 4 ആൾക്കാർക്ക് മാത്രമേ ഞാനിപ്പോൾ എടുത്തു കൊടുക്കലുള്ളൂ. സ്റ്റിച്ചിങ് എടുക്കുമ്പോൾ നമുക്കിതാ വലിയ ടേബിൾ വേണം, നല്ല ക്യാമറ ഒക്കെ വേണ്ടേ, നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് ക്ലാസ് കൊടുക്കണ്ടേ, എന്നാലല്ലേ അവർക്കത് ഇഷ്ടപ്പെടുള്ളൂ. അതുകൊണ്ട് എനിക്കിപ്പോൾ ആ ഒരു 4 സ്റ്റുഡൻസിന് കൊടുക്കാൻ എന്തായാലും എനിക്ക് ക്ലാസ് എടുക്കണ്ടേ. ആ ഒരു ക്ലാസ് തന്നെയാണ് ഞാൻ യൂട്യൂബിലേക്ക് കൂടെ ഇടുന്നത്. പക്ഷേ പേപ്പർ പാറ്റേൺ കാര്യങ്ങളും ഞാൻ ആക്കിയിട്ട് കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാനിതാ കുറച്ച് ചുരുക്കിയിട്ട് ഇതാ യൂട്യൂബിലേക്ക് കൂടെ നിങ്ങൾക്ക് ഫ്രീ സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞിട്ട് 6 മാസത്തെ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ തരുന്നത്. ഞാൻ ഫീസ് വാങ്ങിയിട്ട് എടുത്തു കൊടുക്കുന്ന ക്ലാസ് തന്നെയാണ്. ഞാൻ 8500 രൂപ ഫീസ് വാങ്ങിയിട്ടാണ് എടുത്തത്. ആ ക്ലാസ് തന്നെയാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഞാൻ എടുത്തു തരുന്നത്. അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യമേ പറഞ്ഞത്. നിങ്ങൾ നല്ലോണം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാണ്, നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാണ്. അതാണ് ഞാൻ ഇത്രയും നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഞാൻ അങ്ങനെ വാങ്ങിയിട്ട് എടുക്കുന്ന ക്ലാസ് അല്ലേ, നിങ്ങൾക്ക് ഫ്രീ ആയിട്ടല്ലേ കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യ് പ്ലീസ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ രണ്ടാമതായിട്ട് പഠിക്കുന്ന ഗാർമെൻ്റ് ആണ് പെറ്റിക്കോട്ട്. ഇതാ ചിത്രമൊക്കെ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്, അളവും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പെറ്റിക്കോട്ട് സിമ്പിൾ അല്ലേ, എന്നാണ് ഇത്ര പഠിക്കാനുള്ളതെന്ന് വിചാരിച്ച് നിങ്ങളത് സ്കിപ്പ് ചെയ്യരുത്. ഇതാ ചെറിയ പെറ്റിക്കോട്ടിൽ പോലും നമുക്ക് ഓരോ അളവും കാര്യങ്ങളൊക്കെ കൃത്യം മനസ്സിലാക്കി എടുക്കാറുണ്ട്. സിമ്പിൾ തന്നെയാണ്, പക്ഷേ നിങ്ങൾ ആ ഒരു രീതിക്ക് തന്നെ ബേസിക് ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ച് വന്നാലേ നല്ല രീതിയിലാവുള്ളൂ. അതുകൊണ്ട് ഇതാ ചിത്രം വരച്ചിട്ട് ഇതാ പെറ്റിക്കോട്ട് എഴുതിയിട്ട് ഈ അളവ് നിങ്ങൾ എഴുതി വെക്ക്. നമ്മളിത് ഈ പെറ്റിക്കോട്ട് എന്ന് പറയുമ്പോൾ ഇത് 2 പാർട്ടായിട്ടുള്ളതാണ്. മേലെ പാർട്ട്, ഇത് താഴെ പാർട്ട്. നമുക്ക് ചുരുക്കി വെച്ചിട്ട് പെറ്റിക്കോട്ട് ഇതാ മേലെ പാർട്ട് ഇതാ 1 എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ട്. ഫസ്റ്റ് പാർട്ട് 2 പാർട്ടാണ് ഇവിടെ ചുരുക്കി വെച്ച് നമ്മൾ ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2 പീസായിട്ടാണ് തുണി എടുക്കേണ്ടത്. ആദ്യം മേലെ പാർട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെയാണ് നമ്മൾ താഴെ ഫ്രില്ലൊക്കെ ഇട്ടിട്ട് അവിടെ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ 2 പാർട്ടായി, മേലേത്തത് യോക്ക് പാർട്ട്. ഓക്കെ, അങ്ങനെയാണ് പെറ്റിക്കോട്ട് ഉള്ളത്. ഇനി നിങ്ങൾ ഈ അളവുകളിലേക്ക് ഒന്ന് നോക്കിയാട്ടെ. ഇവിടെ ഫുൾ ലെങ്ത് ഇത് പറയുന്നത് 21 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ പെറ്റിക്കോട്ടിന് 21 ഇഞ്ച് ലെങ്ത്, ഫുൾ ലെങ്ത് വേണമെന്നാണ് പറയുന്നത്. അതായത് ഷോൾഡർ മുതൽ ഈ താഴെ വരെ നമുക്ക് അളന്ന് നോക്കുമ്പോൾ 21 ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടണം എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? ഈ ഒരു പെറ്റിക്കോട്ട്, ഈ ഒരു ഗാർമെൻറ്റിൻ്റെ ഫുൾ ലെങ്ത് ആണ് 21 ഇഞ്ച് നമുക്ക് തന്നത്. എഴുതി വെച്ചോ. നിങ്ങൾ ഇനി രണ്ടാമത്തെ അളവിലേക്ക് നോക്കിയാട്ടെ. രണ്ടാമത് നമുക്ക് ബോഡി ലെങ്ത് എന്ന് പറഞ്ഞിട്ട് ഒരളവ് 9 ഇഞ്ച് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് നോക്കും? നമ്മളെ ബോഡി പാർട്ട് ഏതാന്ന് വെച്ചാൽ ഇതാ 2 പാർട്ടാക്കി നമ്മളെ പെറ്റിക്കോട്ടിനെ ഞാൻ മാറ്റിയല്ലോ. നമ്മളെ മേലെ പാർട്ടിനെയാണ് നമ്മൾ ഈ ബോഡി പാർട്ട്, ബോഡി ലെങ്ത് എന്ന് പറഞ്ഞിട്ട് കൊടുത്തത്. ഈ മേലെ പാർട്ടിൻ്റെ ലെങ്ത്തും നമുക്ക് നോക്കണ്ടേ, എത്ര പോരെ അളവാണ്? 9 ഇഞ്ച്. ഷോൾഡർ മുതൽ ഈ ഒരു നടുക്ക് നമ്മൾ ജോയിൻ്റ് ആക്കുന്ന ആർത്തം വരെ, വേസ്റ്റ് വരെ വരുന്ന അളവാണ് നമുക്ക് 9 ഇഞ്ച് കിട്ടേണ്ടത്. അപ്പോൾ ആ ഒരു അളവ് കൂടെ നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്ത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ തുണിയിൽ ചെയ്യുമ്പോൾ ഈ 9ൻ്റെ കൂടെ തയ്യൽ തുമ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണ്ടേ. ഷോൾഡറിൻ്റെ അടുക്ക ജോയിൻ ചെയ്യുമ്പോൾ 1/2 ഇഞ്ച്, ഈ താഴെ നമുക്ക് ചുരുക്കെല്ലാം വെച്ചിട്ട് താഴെ പാർട്ട് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോകും. അപ്പോൾ മേലെ പാർട്ട് നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് കട്ട് ചെയ്യുമ്പോൾ 9 + 1 ഇഞ്ച് തയ്യൽ തുമ്പ് 10 ഇഞ്ച് ഫുൾ ലെങ്ത് എടുത്തിട്ട് വേണം ഈ ഒരു ബോഡി പാർട്ട്, ഫസ്റ്റ് പാർട്ട് നമ്മൾ കട്ട് ചെയ്യാൻ. നമ്മളിപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ പാർട്ടാണ് ആദ്യം കട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ടാകുമ്പോഴാണ്
നമ്മൾ താഴെ പാവാട പാർട്ട് കട്ട് ചെയ്യുന്നത്. ഇത്ര വരെ മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഇതാണ് നമ്മളെ 10 ഇഞ്ച് ലെങ്ത്തിൽ ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളെ ബോഡി പാർട്ട്. നമ്മൾ ഈ ഫുൾ ലെങ്ത്ത് 21 ഇഞ്ചിന്ന് 9 ഇഞ്ച് ബോഡി ലെങ്ത്തിലെ ബോഡി പാർട്ടിലെ 9 ഇഞ്ച് മൈനസ് ചെയ്താൽ ഇവിടുത്തെ അളവ് പാവാട പാർട്ടിലെ അളവ് നമുക്ക് കിട്ടൂലേ? അത് നിങ്ങൾ നോക്ക്, 21 മൈനസ് 9 ഇഞ്ച് പോയി കഴിഞ്ഞാൽ 12 ഇഞ്ച് നമുക്ക് കിട്ടും. കണ്ടോ, 12 ഇഞ്ചാണ് നമ്മളെ താഴെ പാവാട പാർട്ടിലേക്ക് എടുക്കേണ്ടത്. മേലെ 9 ഇഞ്ച്, 9 + 12 നോക്കിയാൽ ഫുൾ ലെങ്ത് 21 ഇഞ്ച് നമുക്ക് കിട്ടി. അപ്പോൾ താഴെ പാർട്ടിൽ നമുക്ക് 12 + 1.5 ഇഞ്ചായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. 13.5 ഇഞ്ച് നമ്മൾ എടുക്കണം. തയ്യൽ തുമ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യണ്ടേ? താഴെ പാർട്ടിൽ നമുക്ക് തയ്യൽ തുമ്പ് ഈ താഴെ ഭാഗം മടക്കിയടിക്കാൻ 1 ഇഞ്ച് നമുക്ക് വേണം. ഓക്കെ, പിന്നെ നമുക്ക് 1/2 ഇഞ്ച് നമുക്ക് ഈ ബോഡി ജോയിൻ ചെയ്യുന്ന ടൈമിൽ 1/2 ഇഞ്ച് നമുക്ക് പോവില്ലേ തയ്യൽ തുമ്പായിട്ട്? അങ്ങനെയാണ് 1.5 ഇഞ്ച് നാം പറഞ്ഞത് തയ്യൽ തുമ്പായിട്ട് എടുക്കണമെന്ന്. മേലെ പാർട്ടിന് നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ 10 ഇഞ്ച് നമുക്ക് ഇതാ ഷോൾഡറിൻ്റെ അവിടെ ജോയിൻ ചെയ്യാനും പിന്നെ ഇതാ ഈ ഒരു വേസ്റ്റ് പാർട്ടിൽ താഴേതുമായിട്ട് ജോയിൻ ചെയ്യാനും 1/2 ഇഞ്ച് 1 ഇഞ്ച് തയ്യൽ തുമ്പ്. അങ്ങനെ നമ്മൾ ഇത്ര കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്തല്ലോ. ഇനി അടുത്ത അളവ് നമ്മളെ ചെസ്റ്റ് റൗണ്ട് ആണ് പറഞ്ഞത്. CHR എന്ന് ഷോർട്ട് ഫോമിൽ ചെസ്റ്റ് റൗണ്ട് നമ്മൾ എഴുതി. ഇതാ ഫുൾ ആയിട്ടുള്ള നമ്മളെ ചെസ്റ്റ് റൗണ്ട് 20 ഇഞ്ച് വരുന്നു. തുണി 4ആയിട്ട് മടക്കിയിട്ട് എടുക്കുമ്പോൾ 20 ഹരിക്കണം 4 എടുത്തിട്ട് നമ്മൾ ലൂസ് ആഡ് ചെയ്തിട്ടാണ് ചെസ്റ്റ് ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അന്നേരം നോക്കാം അതെല്ലാം. ഇനി നമ്മളെ ഷോൾഡർ ഫുൾ ഷോൾഡർ ആണ് ഈ ക്യാപിറ്റൽ SH എന്ന് പറഞ്ഞിട്ട് എഴുതിയത്. 8 ഇഞ്ച് നമുക്ക് വരുന്നുണ്ട്. 2ആയി മടക്കിയിട്ട് മാർക്ക് ചെയ്യുന്നതുകൊണ്ട് 8ൻ്റെ പകുതിയായിരിക്കും തുണിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അടുത്തത് AR എന്ന് പറഞ്ഞിട്ട് എഴുതി 8.5 ഇഞ്ച് നമ്മളെ ആം ഹോൾ അളവാണിതാ. ഈ ഒരു അളവ് 8.5ൻ്റെ പകുതിയായിരിക്കും ഇവിടെ നമുക്ക് കിട്ടേണ്ടത്. ഇത് ചുറ്റിലുള്ള അളവാണ് നമുക്ക് 8.5 എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ തന്നിട്ടുള്ളത്. നമ്മളെ ആം ഹോൾ റൗണ്ട് അളവ്, കൈക്കുഴി അളവ്, ഇത് ആം ഹോൾ. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അത് ചുറ്റിലും വരുന്ന അളവ് നമ്മൾ എന്തായാലും എടുത്ത് പഠിക്കണം. ബോഡിയിൽ നിന്നും നിങ്ങൾ കൈക്കുഴീൻ്റെ അളവ് എടുത്ത് പഠിക്കുക. അടുത്ത് നമ്മളെ ഫ്രണ്ട് നെക്ക് ലെങ്ത്ത്, ബാക്ക് നെക്ക് ലെങ്ത്ത്, നെക്ക് വിഡ്ത്ത് തന്നിട്ടുണ്ടല്ലോ. നമുക്ക് ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കൊക്കെ ഒരേപോലെ ആക്കാം. വ്യത്യാസം വരുത്തുണ്ടെങ്കിൽ ബാക്ക് നെക്ക് കുറച്ച് ഇറക്കം കുറക്കാം. അതെല്ലാം നിങ്ങളെ ഇഷ്ടം പോലെയാണ്. ഇനി അടുത്തത് നമ്മളെ നെക്ക് വിഡ്ത്ത് 1.5 1.5 എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നിട്ടുണ്ടല്ലോ. അത് നമ്മളെ പകുതിയായിട്ടുള്ള അളവായിരിക്കും. പിന്നെ ഇതാ നെക്ക് വിഡ്ത്ത് കണ്ടുപിടിക്കാൻ ഞാൻ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. നെക്ക് വിഡ്ത്ത് അറിയില്ല, കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയില്ല എന്നുള്ളവർക്ക് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് അളവ് കണ്ടുപിടിക്കാനുള്ള രീതിയാണ് ചെസ്റ്റ് ഹരിക്കണം 12. ഈ 12 ഏതാണെന്ന് കുറേ ആൾക്കാർ ചോദിച്ചു. ഇത് എവിടുന്ന് വന്ന് നമുക്ക് എത്ര എടുക്കേണ്ടത്? അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എനിക്കായാലും നിങ്ങൾക്കായാലും 12 ഒരു മാറ്റവും ഇല്ല. 12 അത് ഇക്വേഷനിലുള്ളതാണ്. നിങ്ങൾ അളവ് 40 ആണെങ്കിൽ 40 ഹരിക്കണം 12 നോക്കുക. എനിക്ക് 36 അല്ലേ, 36 ഹരിക്കണം 12 നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ നെക്ക് വിഡ്ത്ത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അളവ് എനിക്ക് കിട്ടും. അപ്പോൾ നമുക്കിതാ ഈ കുട്ടിയുടെ അളവിൽ നമുക്കിതാ 20 ചെസ്റ്റ് റൗണ്ട് വരുന്നത്. അപ്പോൾ ചെസ്റ്റ് 20 ഹരിക്കണം 12 നമുക്ക് നോക്കിയാലോ. അന്നേരം ദാ ഈ ഒരു പെറ്റിക്കോട്ടിൻ്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നെക്ക് അകലം നമുക്ക് കിട്ടും. ദാ നോക്കിയാട്ടെ, ഇതാ 1.6 എനിക്ക് കിട്ടി. ഞാനിവിടെ എഴുതിയ അളവ് 1.5 ഏകദേശം കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു അളവ് തന്നെയാണ് ഞാനും എഴുതിയിട്ടുള്ളത്. 1.6 എന്ന് പറയുമ്പോൾ ഹാഫ് നെക്ക് വിഡ്ത്താണ്. ഓർമ്മിക്കണം, ഹാഫ് നെക്ക് വിഡ്ത്താ തുണിയിലെല്ലാം മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ ഹാഫ് ആയിട്ടല്ലേ മാർക്ക് ചെയ്യുന്നത്. ആ അളവാണ് നമുക്കിതാ പകുതി. ഇത്ര പോരല്ലേ നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ മടക്കിയിട്ട് മാർക്ക് ചെയ്യുന്നത്. അതാണ് നമുക്കിവിടെ കിട്ടിയ അളവ്. നമുക്കിപ്പോൾ ഇതിൻ്റെ ഫുള്ള് നെക്ക് വിഡ്ത്ത് എന്ന് പറയുമ്പം 1.5 ഇഞ്ചാക്കിയിട്ട് നമുക്ക് ഇനി എടുക്കാം കേട്ടോ. 1.6ന് 1.5 ഇഞ്ചിനെ ഞാൻ തന്നിട്ടുള്ളതും 1.5 ഇഞ്ച് + 1.5 ഇഞ്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതാ നമ്മൾ ഇടുന്ന് തൊട്ട് ഇടുത്തം വരെയുള്ള ഫുള്ളായിട്ടുള്ള നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചാണെന്നാണ് പറയുന്നത്. 3ൻ്റെ പകുതി 1.5 ഇഞ്ചായിട്ടാണ് നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാലും കിട്ടുന്നത്. നിങ്ങളിനി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്നാപ്പോൾ ഇത്ര കുറച്ച് അളവ് കിട്ടിയെന്ന്. ഇത് 2-1 നമുക്ക് അളവ് കിട്ടുന്നത്, പകുതിയുള്ള അളവാണ് കിട്ടുന്നത്. ഇനി നമുക്ക് തുണി എടുത്തിട്ട് മേലത്തെ ഫസ്റ്റ് പാർട്ട് ബോഡി പാർട്ട് ഓക്കെ അത് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. അന്നേരം ശ്രദ്ധിച്ച് നോക്കിക്കോ. നെക്കും ഷോൾഡറും എല്ലാം മാർക്ക് ചെയ്യുന്നത് ഓർത്ത് വെക്കുക. പെറ്റിക്കോട്ടിന് ആദ്യത്തെ പാർട്ട് കട്ട് ചെയ്തിട്ടാണ് രണ്ടാമത്തെ പാവാട പാർട്ട് കട്ട് ചെയ്യുന്നത്. പെറ്റിക്കോട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിതാ കോട്ടൺ തുണി തന്നെ എടുക്കണേ. നിങ്ങൾ എന്നാലും നല്ല വൃത്തിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ഞാനിതാ തുണി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല. നീളവും വീതിയൊക്കെ ഉള്ള ഒരു തുണി എടുത്തിട്ടുണ്ട്. ഞാൻ കുറേ ഒപ്പരം വാങ്ങി വെക്കും ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനെ 2ആയി ഇങ്ങനെ മടക്കിയിട്ടിട്ടാണ് ഉള്ളത്. ഈ എടുത്ത തുണീനെ 2ആയി മടക്കിയിട്ട് ബോഡി പാർട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ 2ആയി മടക്കിയ ഈ തുണീനെ ഞാനിതാ ഒന്നും കൂടെ മടക്കി കൊടുക്കാനാണ് പോകുന്നത്. നമുക്ക് ബോഡി പാർട്ട് 2 രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും.
എൻ്റെ രണ്ടായി മടക്കിയ തുണീനെ ഞാനിതാ ഒന്നും കൂടെ മടക്കി കൊടുത്തു. അപ്പോൾ 4ആയി മടക്കി. അപ്പോൾ ഇവിടെ നെക്ക്, ഇവിടെ ആം ഹോള്, ഷേപ്പ് കാര്യങ്ങളൊക്കെ വന്ന് നമുക്ക് ഇതിലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും കിട്ടിയല്ലോ. നമുക്കിതാ എന്നിട്ടിതാ ഇവിടെ ജോയിൻ്റ് ആയിട്ടാണ് ഉണ്ടാവുക. ഇവിടെ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് ഇതിനെ എങ്ങനെയും മനസ്സിലാവുന്നില്ലെങ്കിൽ ഒരു കടലാസ് എടുത്തിട്ട് നിങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞ അളവിൽ അങ്ങ് ചെയ്ത് നോക്കിയിട്ട് ആ കടലാസ് വെച്ചിട്ട് നിവർത്തി വെച്ചിട്ട് അങ്ങ് കട്ട് ചെയ്താൽ പോരെ. സിമ്പിളായില്ലേ നമുക്ക്. രണ്ടാമത്തെ രീതി ഇതാ നിവർത്തിയിട്ട് ഇങ്ങനെ മടക്കി കൊടുത്തു. ആദ്യത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചല്ലോ. എന്നിട്ട് ഇതിൻ്റെ വീതി ചെസ്റ്റ് അളവ് പ്ലസ് തയ്യൽ തുമ്പൊക്കെ ഇവിടെ കിട്ടുന്നുണ്ടോ നോക്കിയതാണ്. ഇഷ്ടംപോലെ ഉണ്ട് നമ്മളെ തുണി കിട്ടുന്നുണ്ട്. എന്നിട്ട് നമുക്കിതാ ഒന്നും കൂടെ നമുക്ക് മടക്കി കൊടുത്താലല്ലേ ബാക്ക് പാർട്ട് ഫ്രണ്ട് പാർട്ടുമായിട്ട് 2 പാർട്ട് നമുക്ക് കിട്ടുമല്ലോ. എല്ലാം ശരിക്കാക്കി വെക്കുന്നുണ്ടേ തുണി ഞാൻ. ഇത് കണ്ടോ നിങ്ങൾ, അമ്പിളിമാമനെ പോലെ എൻ്റെ ലൈറ്റ് എപ്പോഴും എൻ്റെ വീഡിയോയിലെല്ലാം കാണുന്നു. ഞാനിതാ മാക്സിമം ഇതിങ്ങനെ ഹൈഡാക്കാൻ വേണ്ടി തുണി ഇങ്ങനെ എടുത്ത് ഇടും കേട്ടോ. ഓക്കെ, ഇനി ഇതാ രണ്ടാമതായിട്ട് ഇങ്ങനെ മടക്കി കൊടുത്തു. നമ്മൾ നിവർത്തി വെച്ചാൽ ഇതാ 2 തൊട്ട് ഇങ്ങനെ മടക്കി കൊടുത്തിട്ടല്ലേ ഉള്ളൂ. ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും കിട്ടാൻ വേണ്ടി ഇങ്ങനെ മടക്കി ഇട്ടുന്നേ ഉള്ളൂ. എന്നിട്ട് ഇതാ കറക്റ്റ് ലെങ്ത്ത് നമുക്ക് എത്രയാണ്, 10 ഇഞ്ച് നമുക്ക് ലെങ്ത്ത് വേണം. 9 + 1 ഇഞ്ച് തയ്യൽ തുമ്പ്. ആ ലെങ്ത്തിന് കണക്കാക്കിയിട്ട് നമുക്കിങ്ങനെ വെച്ച് കൊടുത്താലോ. മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക്? 2 പാർട്ടും നമുക്ക് ഇങ്ങനെ മടക്കുമ്പോൾ കിട്ടുമല്ലോ. 4ആയിട്ടാണ് മടക്കിയിട്ടുള്ളത്. 2 പാർട്ടും കിട്ടും നമുക്ക്. എല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ തുണി എടുത്തേക്കാം. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. കടലാസ് എടുത്തിട്ട് ഞാൻ ഒന്നും കൂടെ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ചിലർക്കൊന്നും പിടി കിട്ടിയിട്ടുണ്ടാവില്ല തുണി മടക്കി കൊടുക്കുന്നത്. ആദ്യമായിട്ട് പഠിക്കുന്നവരൊക്കെ ആയിരിക്കും തുണി എടുക്കുന്നതിൽ സീൻ വരുന്നത്. ഇതാ ഒരു കടലാസ് ഞാൻ എടുത്ത് എന്നിട്ടിതാ ഇങ്ങനെ ഇപ്പം ഞാൻ ചെയ്തത് ഇതാ ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തു. ഇതാ നമുക്ക് അളവ് ലെങ്ത്ത് കറക്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ മടക്കി കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക് പാർട്ട് ഫ്രണ്ട് പാർട്ട് ആയില്ലേ. അങ്ങനെയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതേ രീതിയിൽ തന്നെ ചെറിയൊരു വ്യത്യാസപ്പെടുത്തി തുണി ലാഭിക്കുന്ന രീതിയിൽ നമുക്ക് മടക്കാം. ഇതാ തുണീനെ ഇതാ കടലാസിനെ പകുതിയായിട്ട് ഇങ്ങനെ മടക്കി കൊടുത്തു. ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരാൾ എൻ്റെ അടുത്ത് ഡൗട്ടും ചോദിച്ചു എന്താ അങ്ങനെ ചെയ്തേന്ന്. ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തല്ലോ. അപ്പോൾ ഈ ഒരു ഓപ്പണായ ഭാഗത്ത് ഷോൾഡറും ആം ഹോളൊക്കെ നമുക്ക് മാർക്ക് ചെയ്യാം. നിങ്ങൾ നോക്കിക്കോ, നമ്മൾ ഇവിടുന്ന് താഴോട്ടേക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. 10 ഇഞ്ച് നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ലെങ്ത്തും മാർക്ക് ചെയ്ത് നമ്മളിങ്ങനെ വര കൊടുത്തു. എന്നിട്ട് ഇത് കട്ട് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഈ തായിൽ കണ്ടല്ലോ, ഇതാ ജോയിൻ്റ് ആയിട്ടല്ലേ ഉള്ളത്. അപ്പോൾ തുണി നമുക്ക് അധികം കട്ടാവാതെ കിട്ടി. അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് അങ്ങനെയും നമുക്ക് എടുക്കാമെന്നുള്ളത്. ഓക്കെ, ഈ തുണിയിൽ ഈ കടലാസിലും കൂടെ ഞാൻ കാണിച്ചു തരാം. മറ്റേ കടലാസ് നമ്മൾ അളവ് എഴുതിയതല്ലേ. ഇതാ ഇങ്ങനെ മടക്കി കൊടുത്ത് ഞാനിപ്പം തുണി മടക്കിയത് ഈ രീതിയിലാണ്. ഇങ്ങനെ 2ആയി മടക്കിയിട്ട് ഒന്നും കൂടെ ഇങ്ങനെ മടക്കി കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ എൻ്റെ തുണീനെ എടുത്തിട്ടുള്ളത്. മനസ്സിലായാലും നിങ്ങൾക്ക് ബാക്ക് പാർട്ട് ഫ്രണ്ട് പാർട്ട് നമുക്ക് അന്നേരം കിട്ടുവേ. 10 ഇഞ്ച് ലെങ്ത്തിലാണ് ഇത് ഞാൻ മടക്കി കൊടുത്തിട്ടുള്ളത് അങ്ങ് വിചാരിക്കുക. 10 അല്ലേ നമ്മളെ ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. ഇനി ഇതാ രണ്ടാമത്തെ രീതി. ഇങ്ങനെ മടക്കിയതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, നേരെ പകുതിയാക്കിയിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുന്നത്. രണ്ടാമത്തെ രീതിയിൽ തുണിയെടുക്കുന്നതാണ് ഞാൻ പറയുന്നത്. പകുതിയിൽ ഞാനിങ്ങനെ മടക്കി കൊടുത്ത് ഇനി നമ്മളിതാ മാർക്ക് ചെയ്യാൻ തുടങ്ങുന്നത് ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗമില്ലേ, അവിടെ നിന്നാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. ഈ ഒരു സൈഡിൽ നിന്ന് ഇതാ ഇവിടെയാണ് നമ്മളെ നെക്കും കാര്യങ്ങളും മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു മടക്ക് വരുന്ന ഭാഗത്ത് നെക്ക് അതൊന്നും നിങ്ങൾ മാറ്റി ആക്കിയേക്കല്ലേ. ഇവിടെ നെക്ക്, പിന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിൽ ആം ഹോളൊക്കെ വരും. ഞാൻ കട്ട് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നെക്ക് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്ത് ആം ഹോൾ ഞാൻ വരച്ച് നമ്മളെ ബോഡി ഷേപ്പ് എന്നിട്ട് നമ്മൾ 10 ഇഞ്ച് തൽക്കാലം ഒരു ലെങ്ത്ത് 10 ഇഞ്ച് എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത്. അപ്പോൾ ഇങ്ങനെയല്ലേ എനിക്കുള്ളത്. ഇനി ഞാനിത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടോ, നമുക്ക് കുറച്ച് തുണി കട്ടാവാതെ ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്തത്. ഈ ക്ലാസ് കാണുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങളൊന്ന് ആ ലൈക്ക് ബട്ടൺ ഞെക്കിയാട്ടെ. നിങ്ങൾ അതെല്ലാം ഞെക്കാൻ മറന്ന് പോകുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം കുറേ ആൾക്കാർ കണ്ടിട്ട് ആകെ 100-500 ലൈക്ക് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഇതായി ഒരു ബോഡി പാർട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തപ്പോൾ നിങ്ങൾ കണ്ടല്ലോ. നിങ്ങൾ വേണമെങ്കിൽ വലിയ ന്യൂസ് പേപ്പറൊക്കെ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെച്ച് കട്ട് ചെയ്താൽ മതി തുണിയില്ല. അങ്ങനെ നമുക്ക് ചെയ്യാം. ഒരു വഴിയും ഇല്ലെങ്കിൽ മനസ്സിലാവുന്നില്ലെങ്കിൽ ഇനി നമുക്ക് തുണി ലാഭിക്കാൻ പറ്റിയെന്ന് പറഞ്ഞ ആ ഒരു കാര്യം നിങ്ങൾക്ക് കാണിക്കാം. ഇതാണ് നമ്മളെ ബാക്കി താഴ്ന്ന് കട്ട് ചെയ്ത് തുണി. ഇവിടെ ജോയിൻ്റ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ജോയിൻ്റ് ആയിട്ട് നമുക്ക് കിട്ടി. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തുകൊണ്ട് തുണി നമുക്ക് എന്തെല്ലാം ആവശ്യത്തിന് എടുക്കാം. സ്ലീവ് വെക്കാനുണ്ടെങ്കിൽ ഇതിന് വേണ്ട അങ്ങനെയൊക്കെ നമുക്ക് എടുക്കാമല്ലോ. അപ്പോൾ ഈ ഒരു രീതി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ.
നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്തിട്ട് തുണിയിൽ ഇതാ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയേ വേണ്ടൂ. സിമ്പിളായിട്ട് നമുക്ക് കിട്ടിയില്ലേ? ഓക്കെ, അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ പഠിച്ചു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കുക, ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുക. നിങ്ങൾ ചെയ്തിട്ട് എനിക്ക് കാണിക്കുകയൊക്കെ ചെയ്യും. ഇതേപോലെ നമ്മളെ ബോഡി പാർട്ടിൻ്റെ ലെങ്ത് 10 ഇഞ്ച് വരുന്നുണ്ട്. തയ്യൽ തുമ്പടക്കം 10 ഇഞ്ച് നിങ്ങൾക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. താഴെ ലെവലല്ലാണ്ടാണ് ഉള്ളതെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതാ ഇവിടുന്നൊക്കെ ലെവലാണെന്ന് നോക്കണം. ഈ ഒരു പാർട്ട് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. 10.5-യിലാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിതാ ഇത് കട്ട് ചെയ്തിട്ട് ഒന്ന് ലെവലാക്കിയിട്ട് ഒന്ന് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതാ ഇങ്ങനെ 10.5 ഇഞ്ച് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി ഞാനിത്. ഓക്കെ, നമ്മൾ തുണി നിവർത്തിയിട്ടാൽ ഇതേപോലെ കിട്ടി. ഇങ്ങനെ മടക്കി കൊടുത്താൽ 2 പാർട്ടായിട്ട് നമുക്ക് കിട്ടി. ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും. ഇവിടെ ജോയിൻ്റ് ആണല്ലോ. ഇത് നമുക്കപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് തന്നെ നമുക്ക് മാർക്കിങ്സ് ഒക്കെ ചെയ്യാം. ഇതേപോലെ 2 ആക്കി കൊടുത്ത് നമ്മളെ ബാക്ക് പാർട്ട് ഫ്രണ്ട് പാർട്ട് നമ്മൾ സെപ്പറേറ്റ് ആക്കി കൊടുത്തിട്ടാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. എല്ലാം നല്ല ലെവലാക്കിയിട്ട് വെക്കുക. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളടുത്ത് താഴെ ഭാഗത്ത് ലേശം ഏറ്റക്കുറച്ചിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ 10 എടുത്ത് കട്ട് ചെയ്ത് ഇതാ നിങ്ങൾ കറക്റ്റ് 10 ഇഞ്ച് ഇങ്ങനെ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ കുറച്ച് അപ്പുറത്തുനിന്ന് നടുക്കുന്നു നിങ്ങളിങ്ങനെ 10 ഇഞ്ച് മാർക്ക് ചെയ്യുക. തെറ്റത്തുനിന്നും 10 ഇഞ്ച് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നടുക്ക് ഞാൻ ഇപ്പോൾ ചെയ്തിട്ടില്ല, വേണമെങ്കിൽ ചെയ്യാം. എന്നിട്ട് കറക്റ്റ് ഈ പോയിൻറ്റ്സ് തമ്മിൽ വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്കത് കറക്റ്റ് അളവിൽ 10 തന്നെ എല്ലാ ഭാഗത്തും നമുക്ക് കിട്ടണം. ഏറ്റക്കുറച്ചിലൊന്നും വരാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് കിട്ടിയല്ലോ. എന്നിട്ട് ഞാനിത് കറക്റ്റ് അളവിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മളെ ഫുൾ ലെങ്ത്ത് 10 ഇഞ്ചിലാണ് നമ്മളെ തുണി ഇപ്പോൾ ഉള്ളത്. കറക്റ്റ് 10 ഇഞ്ച് നമ്മൾ ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് എടുത്ത് കഴിഞ്ഞു. നമ്മൾ ഈ എടുത്ത തുണീൻ്റെ വീതി നമുക്ക് വേണ്ട വീതി പ്ലസ് തയ്യൽ തുമ്പിനെക്കാളും ഇവിടെ അധികം വരുന്നുണ്ട്. പക്ഷേങ്കിൽ ഞാനത് കട്ട് ചെയ്ത് കളയുന്നു. പെറ്റിക്കോട്ടിന് ഞാൻ ലാഭിക്കാനൊന്നും നിൽക്കുന്നില്ല. ലാഭിക്കണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഇങ്ങനെ കുറച്ചൊന്ന് മടക്കിയത് ഇങ്ങനെ മടക്കി കൊടുക്കുക. അപ്പോൾ തുണി അപ്പുറം വന്നല്ലോ. കറക്റ്റ് തയ്യൽ തുമ്പടക്കമുള്ള അളവ് മാർക്ക് ചെയ്ത് എടുക്കുക ഇതേ രീതിയിൽ. അപ്പോൾ തുണി അധികം കിട്ടും. പക്ഷേ ഞാൻ ഈ ഒരു പെറ്റിക്കോട്ടിൻ്റെ കേസിൽ അങ്ങനെയൊന്നും ഞാൻ ലാഭിക്കാനൊന്നും പോകുന്നില്ല. നമുക്ക് ആവശ്യമൊന്നുമില്ല. സ്ലീവോ കാര്യങ്ങളോ ഒന്നുമില്ല. പൈപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് കുറച്ചധികം പോയാലും കുഴപ്പമില്ല. എനിക്ക് നല്ല ലെവലായിട്ട് നിങ്ങൾ മടക്കി ഇട്ട് കൊടുക്കുക. ഫുൾ ലെങ്ത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് എന്താണ്? നമ്മളെ ഷോൾഡർ നോക്കിയാട്ടെ. ഫുൾ ഷോൾഡർ നമുക്ക് 8 ഇഞ്ചല്ലേ തന്നിട്ടുള്ളത്. നമ്മളെ തുണി ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും 2ആയി മടക്കിയിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ഫുൾ ഷോൾഡർ 8ൻ്റെ പകുതി 4 ഇട വേണ്ടു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും തയ്യൽ തുമ്പോ? നമ്മൾ പെറ്റിക്കോട്ടിൻ്റെ കേസിൽ തയ്യൽ തുമ്പോ കാര്യങ്ങളോ ഒന്നും ചേർക്കലൊന്നുമില്ല. 4 ഇഞ്ച് തന്നെ നിങ്ങൾ കറക്റ്റ് ഫുൾ ഷോൾഡറിൻ്റെ പകുതി എടുത്തിട്ട് അങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഡ്രസ്സിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു സംഭവം അല്ലേ പെറ്റിക്കോട്ട്. അതുകൊണ്ട് 8ൻ്റെ പകുതി കറക്റ്റ് 4 ഇഞ്ച് ഞാനിവിടെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്ത്. ഷോൾഡർ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ എപ്പോഴും മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ആം ഹോൾ ലൈനാണ്. ആം ഹോൾ ലൈനിൻ്റെ അളവിത കറക്റ്റ് ഷോൾഡർ തന്നെ എടുത്ത് മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടും. പക്ഷേങ്കിൽ ഞാൻ ഇത്തിരി ലൂസ് പെറ്റിക്കോട്ടാകുമ്പോൾ നമുക്കൊരു ഇത്തിരി ലൂസിൽ വേണം നിൽക്കാൻ. ആം ഹോളിൻ്റെ അവിടെ കൈക്കുഴീൻ്റെ അവിടെയൊക്കെ ടൈറ്റ് വരുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല നമ്മൾ പെറ്റിക്കോട്ട് ഇടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ 4.25 ഇപ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾ നോക്കിയാട്ടെ, നമ്മളെ ആം ഹോൾ കേവാണ് ഇത്. നമുക്ക് തന്നിട്ടുള്ള അളവ് കൂടെ നിങ്ങൾ നോക്ക്. 8.5 ഇഞ്ച് ആം ഹോൾ റൗണ്ട് കൈക്കുഴി ചുറ്റിലുള്ള അളവ് 8.5 വരുന്നുണ്ട്. ചുറ്റിലും വരുന്ന അളവിൻ്റെ പകുതി നമുക്ക് കേവായിട്ട് കിട്ടണം. അപ്പോൾ അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ 4 എടുത്താലും കറക്റ്റ് നമുക്ക് 8.5ൻ്റെ പകുതി 4.25 കിട്ടും. ഞാൻ പക്ഷേങ്കിൽ ഇവിടെ 4.25 അളവ് എടുത്ത് കൊടുക്കുന്നത്. ഷോൾഡറിനേക്കാളും ഒരു ഇത്തിരി 1/4 ഇഞ്ച് കൂടുതൽ എടുത്തു എന്ന് മാത്രം, ഒരു ലൂസിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത്. നിങ്ങൾക്ക് ഡൗട്ട് വന്നിട്ടുണ്ടാവുമോ ഈ ഏരിയയിൽ? നിങ്ങൾ കുറച്ച് ചെയ്ത് പ്രാക്ടീസ് ആകുമ്പോൾ ആം ഹോൾ റൗണ്ടിൻ്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുള്ളൂ. ടെൻഷൻ ആവണ്ട നിങ്ങൾ. ഇനി ആം ഹോൾ ലൈന് നേരെ ഞാനിങ്ങനെ വെച്ചിട്ട് നമ്മളെ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. 20 അല്ലേ ചെസ്റ്റ്? 20ൻ്റെ 4/1 നമ്മൾ എടുക്കേണ്ട. 20 ഹരിക്കണം 4 5 വരും. ഒരു 1/2 ഇഞ്ച് ലൂസ് നമുക്ക് എന്തായാലും വേണം പെറ്റിക്കോട്ടിന്. 5.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് 1/2 ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ച് വരെയൊക്കെ പെറ്റിക്കോട്ടിന് ലൂസ് നമുക്ക് കൊടുക്കാം. നിങ്ങൾ പെറ്റിക്കോട്ട് ബോഡി ഷേപ്പിനനുസരിച്ചിട്ടൊന്നും ആക്കി വെക്കല്ലേ. കുഞ്ഞി പിള്ളേരെ ആകുമ്പം തീരെ ആക്കി വെക്കാൻ പാടില്ല. എന്നിട്ട് ഇതാ 1 ഇഞ്ച് തയ്യൽ തുമ്പ് അതിൻ്റെ അപ്പുറത്ത് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇങ്ങനെ നമുക്ക് കിട്ടിയേ. തയ്യൽ തുമ്പ് വേണമെങ്കിൽ പയ്യെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പം തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇത്ര വരെ ആയല്ലോ നമുക്ക്.
ഇനിയാണ് നമ്മളെ ആം ഹോൾ വരയ്ക്കുന്ന പരിപാടി. ആം ഹോൾ വരയ്ക്കാൻ ഞാനിതാ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് സിമ്പിളായിട്ട് അങ്ങ് വരച്ചു കൊടുക്കിയത്. നിങ്ങൾ വേണമെങ്കിൽ ഈ സാധനം വാങ്ങിക്കോ കേട്ടോ, നല്ലതാണ്. ഇതാണ് നമ്മളെ കറക്റ്റ് അളവ്. തയ്യൽ തുമ്പ് കൂട്ടണ്ട, ഇത് നമ്മളെ തയ്യൽ തുമ്പ്. ഇത് നമ്മളെ കറക്റ്റ് ചെസ്റ്റ് അളവ് 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഈ ഒരു ലൈനിൻ്റെ ഏകദേശം മിഡ് പോയിന്റിൽ ഇങ്ങനെ ഒരു മാർക്കിംഗ് ജസ്റ്റ് കൊടുത്തിട്ട് ഒരു കേർവ് ഷേപ്പിൽ ഇങ്ങനെ വെച്ച് വരച്ചാൽ മതി. നമുക്കത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പണിയല്ല, സിമ്പിൾ. ഇങ്ങനെ നമ്മൾ ആം ഹോൾ വരച്ച് ഇനിയോ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണ്ടേ നമ്മൾ ആം ഹോൾ റൗണ്ട് കൈക്കുഴീൻ്റെ പകുതി വരുന്നുണ്ടോയെന്ന്. ഈ ഷോൾഡറിൻ്റെ എടുക്കുക നിങ്ങൾ 1/2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നേ. തയ്യൽ തുമ്പിന് 1/2 ഇഞ്ച് നമുക്ക് അവിടെ പോവും. അത് ജസ്റ്റ് ഇങ്ങനെ നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് നമുക്കൊന്ന് അളന്ന് നോക്കാനുണ്ട്. എന്നിട്ട് 8.5 ആം ഹോൾ തന്നിട്ടുണ്ടല്ലോ, 8.5ൻ്റെ പകുതി നമുക്ക് നോക്കണം. കൈക്കുഴി ചുറ്റിലും 8.5 വരുന്നുണ്ട്. 8.5ൻ്റെ പകുതി ആം ഹോൾ കർവായിട്ട് നമുക്ക് കിട്ടണം. 8.5ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വരും? 4.25 വരും അല്ലേ? ആ 4.25 നമുക്ക് ഇപ്പം വരച്ച ആം ഹോൾ കേർവിൽ കിട്ടുന്നുണ്ടോ നോക്കണം. ഇപ്പം നോക്കിയേ, ഈ ഒരു തയ്യൽ തുമ്പ് കൂട്ടാതെ ഇങ്ങനെ വെക്കണം. അതിനാണ് ഞാൻ അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തത്. ആ ഒരു മാർക്ക് ചെയ്തതിൻ്റെ അവിടെ വെച്ചിട്ട് ഇങ്ങനെ നീക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കറക്റ്റ് ചെസ്റ്റിൻ്റെ അളവ് വരുമ്പോൾ 4.5 എനിക്ക് കിട്ടുന്നുണ്ട്. 4.25 വേണ്ടത് 4.5 കിട്ടുന്നുണ്ട്. ആം ഹോള് പെറ്റിക്കോട്ട് ആയതുകൊണ്ടും കുഞ്ഞിൻ്റെതായതുകൊണ്ടും നമുക്ക് കുറച്ച് ലൂസാക്കി വിടേണ്ടതുകൊണ്ടാണ് ഞാൻ ആം ഹോൾ ലൈൻ വരയ്ക്കുമ്പോൾ ഷോൾഡർ 4 എടുത്തിട്ടും ആം ഹോള് 4.25 എടുത്തത്. ഇപ്പോൾ മനസ്സിലായല്ലോ. ഇനി നിങ്ങൾക്ക് ആം ഹോളിൻ്റെ കാര്യത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെപ്പറേറ്റ് ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞോ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാം കൂടെ ഈ പെറ്റിക്കോട്ട് കൺഫ്യൂഷൻ ആക്കുമോ എനിക്കൊരു ഡൗട്ട് വരുന്നുണ്ട്. ഞാൻ ആം ഹോൾ റൗണ്ട് എടുത്തിട്ട് പറയുന്നത് എന്താ വെച്ചാൽ ബ്ലൗസിന് മെയിൻ ആയതുകൊണ്ട് ഞാൻ ഇപ്പോഴേ ആം ഹോൾ എന്ന് പറയുന്നത്. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ കേട്ടോ, ഞാൻ സെപ്പറേറ്റ് വീഡിയോ തരാം. ഇനി നമുക്കിതാ സിമ്പിൾ വേസ്റ്റിൻ്റെ പകുതി എടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മളെ വേസ്റ്റ് പാർട്ടിൻ്റെ അളവ് എത്രയാണ് തന്നിട്ടുള്ളത്? 18 ഇഞ്ചല്ലേ നമുക്ക് തന്നിട്ടുള്ളത്. 18 ഹരിക്കണം 4 നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 4.5 കിട്ടും. 1/2 ഇഞ്ച് ലൂസല്ലേ നമ്മൾ കൊടുത്തേ. 5 ഇഞ്ചിൽ വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ, എന്നിട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പ് നമുക്ക് കൊടുക്കണ്ടേ? 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് നമുക്ക് ഈ പോയിൻറ്റ്സ് തമ്മിൽ ജോയിൻ്റ് ആക്കി കൊടുക്കുക. ഇത് നമ്മളെ സ്റ്റിച്ച്, ഇത് നമ്മളെ തയ്യൽ തുമ്പ്. നോക്കിക്കോ, ഇതേ അളവിൽ തന്നെ നിങ്ങൾ വേണമെങ്കിൽ ചെയ്ത് പഠിച്ചോ, അല്ലെങ്കിൽ നിങ്ങളെ കുഞ്ഞിൻ്റെ അളവിൽ നിങ്ങൾ മെഷർമെൻറ്റ്സ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് മാറ്റി കൊടുത്താൽ മതിയപ്പാ. ഇതേ രീതിയിൽ നമ്മൾ സ്റ്റിച്ച് കൊടുക്കണം. ഇനി തയ്യൽ തുമ്പിൻ്റെത് ഇങ്ങനെ വരച്ച്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഇത്ര വരെ മനസ്സിലായല്ലോ? നല്ല ഡീറ്റെയിൽഡായി പറഞ്ഞുകൊണ്ട് എല്ലാം കൂടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയോ എന്ന് എനിക്ക് ഡൗട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നെക്കല്ലേ മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളത്. നെക്ക് വിഡ്ത്ത്, നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് നമുക്ക് തന്നിട്ടുള്ളത് എത്രയാണ്? 1.6 കാൽക്കുലേറ്റ് ചെയ്തിട്ട് കിട്ടി. 1.6 പറഞ്ഞാൽ 1.5 ഇഞ്ച് തന്നെ. ഞാനിവിടെ തന്ന അളവ് തന്നെയാണ്. 1.5 ഇഞ്ച് നമ്മളെ നെക്ക് വരുന്നത്. ഈ പകുതിയാണ്, മടക്കിയിട്ടാണ് നമ്മൾ 1.5 ഇഞ്ച് എടുത്ത് ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഫുള്ളാകുമ്പോൾ 1.5 + 1.5 ആയിരിക്കും നമ്മളെ ഫുൾ നെക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ 1.5 ഇഞ്ച് ഇടുന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ട ഈ ഹാഫ് അളവ് തന്നെയാണ് നെക്ക് വിഡ്ത്ത് കിട്ടുക കേട്ടോ. ഹാഫ് നെക്ക് വിഡ്ത്ത് തന്നെ നമുക്ക് കിട്ടുക. അത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. 1.5 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് നെക്ക് ലെങ്ത്ത്, ബാക്ക് നെക്ക്, ഫ്രണ്ട് നെക്ക് 4 വരുന്നത്. പെറ്റിക്കോട്ട് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്ക് നെക്ക് 3 എടുക്കാം, അതെല്ലാം നിങ്ങളെ ഇഷ്ടം. പക്ഷേ ഞാനിപ്പോൾ 4 എടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ കറക്റ്റ് യു ഷേപ്പിൽ വേണം പെറ്റിക്കോട്ടിൻ്റെ നെക്ക് വരച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. കൊളാക്കി കഴിഞ്ഞാൽ നമ്മളിത് മടക്കി അടിച്ചു കൊടുക്കേണ്ടതാണ്. നമ്മൾ പീസ് വെക്കാണ്ട് അടിക്കുന്നതായതുകൊണ്ട് അവിടെ ചുളിവുകളൊക്കെ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞ കറക്റ്റ് യു ഷേപ്പിൽ തന്നെ അങ്ങ് എടുക്കുക നിങ്ങളെ. ഇനി നമ്മൾ ഒരേ ഒരു കാര്യം ചെയ്യാനുണ്ട്. പലരും മറന്നു പോകുന്ന കാര്യമാണ്, പക്ഷേ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണ്ടേ? ഒരു 1/4 ഇഞ്ച് നേരത്തെ മാർക്ക് ചെയ്ത ആ 1/2 ഇഞ്ചിൻ്റെ ലൈനൊന്നും നിങ്ങൾ നോക്കണ്ടേ. അവിടെ ഒരു 1/4 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്ത്, അവിടെ 1/2 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് നേരത്തെ അളക്കുമ്പോൾ മനസ്സിലാവാനല്ലേ. 1/4 ഇഞ്ച് ഇങ്ങനെ ചെറുങ്ങനെ ഒരു സ്ലോപ്പ് നമുക്ക് അവിടെ കൊടുക്കാം. നമ്മളെ ബോഡിക്കെല്ലാം ചെരുവില്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ കൊടുത്തേക്ക് നിങ്ങൾ. ഇത്ര വരെ നമ്മൾ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ നോക്ക്, ചില ആൾക്കാർ കട്ട് ചെയ്യുമ്പോൾ തെറ്റിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട ലൈൻ കണ്ടപ്പോൾ പെട്ടെന്ന് കയറി അതിലേ അങ്ങ് കട്ട് ചെയ്യും. അങ്ങനെയൊന്നും ചെയ്തേക്കല്ലേ, ശ്രദ്ധിക്കണം. എന്നിട്ടോ ചില ആൾക്കാർ ചെയ്യുന്നത് ഇത്ര വരെ കട്ട് ചെയ്തിട്ട് സ്പീഡിൽ അങ്ങ് ചെയ്യുന്നതായിരിക്കും. നേരെ അങ്ങ് പോവേ, എന്നിട്ട് നേരെ ഇങ്ങോട്ടേക്കെല്ലാം അങ്ങ് പോകും. അങ്ങനെയൊന്നും ചെയ്യല്ലേ നിങ്ങൾ. നീറ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് ക്ഷമയോടെ ചെയ്താലേ ഫുള്ള് ചെയ്യാൻ കഴിയുള്ളൂ. ക്ഷമയില്ലാണ്ട് നമുക്ക് മൂഡ് ഓഫ് ആയ ടൈമിൽ കൊണ്ടുപോയി ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പാണ് തെറ്റിക്കൊള്ളാം എന്നുള്ള കാര്യം ഉറപ്പാണേ.
നമ്മൾ പിന്നെ തുന്നയിച്ച് മടുത്തു പോകും. ഇനി കുറച്ച് സ്റ്റിച്ചിങ് അറിയുന്ന ആൾക്കാരെടുത്താണ് ഞാൻ പറയുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് നെക്ക് വിടുത്ത് മാർക്ക് ചെയ്യുമ്പോൾ 4 ഇഞ്ച് കുറച്ചിട്ടില്ലല്ലോ, സാധാരണ കേസിൽ അങ്ങനെ ചെയ്യുന്നുണ്ട് ചുരിദാറിനൊക്കെ. പക്ഷേങ്കിൽ പെറ്റിക്കോട്ടിൻ്റെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണം അങ്ങനെ ചെയ്ത് കൊടുത്തേ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാനിതാ ഈ ഒരു രീതിയിലാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളത് പഠിക്കാം. ഇനിയിപ്പോൾ അങ്ങനെ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. പെറ്റിക്കോട്ട് ആയതുകൊണ്ട് നമുക്ക് അത്രയും സീനൊന്നും വരില്ല നമ്മളെ നെക്കിൻ്റെ കാര്യത്തിലും നെക്ക് ലെങ്ത്തിൻ്റെ കാര്യത്തിലും ഒന്നും. നമ്മളെ മേലത്തെ പാർട്ട് ബോഡി പാർട്ടിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മളത് ചെയ്തെടുത്ത് ഇതാ നിവർത്തി വെച്ചപ്പോൾ കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടി. ഇതാ മോശം ഭാഗവും നല്ല ഭാഗവും. മോശം ഭാഗത്താണ് മാർക്ക് ചെയ്ത് കൊടുത്തത്, ഞാൻ പറയാൻ മറന്ന് പോയി. ഇതാ ബാഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളും എഴുതി വെക്കുക. തുണി മാറിപ്പോകുന്ന ടൈപ്പ് തുണിയാണെങ്കിൽ എഴുതി വെക്കുക കേട്ടോ. ഇതിപ്പോൾ ഏത് ഭാഗമായാലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ നമ്മൾ എടുത്തേ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് ബോഡി പാർട്ട് ഫിനിഷ് ചെയ്ത് ഇനി നമ്മൾ താഴത്തെ പാവാട പാർട്ടിലേക്കാണ് പോകുന്നത്, പ്ലീറ്റ്സ് വെക്കുന്ന പാർട്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, താഴെ പാർട്ട് പ്ലേറ്റ്സ് ഒക്കെ ഇട്ട് നമ്മൾ ചുരുക്കി കൊടുക്കേണ്ടതാണ്. നമ്മൾ ഈ താഴെ പാർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അളവ് ഇടാം. ഈ ഇടുത്ത വേസ്റ്റ് അളവ് എത്രയാണോ ആ ഒരു അളവ്, ഈ മേളത്തെ ബോഡി പാർട്ടിൻ്റെ വേസ്റ്റ് അളവ് തന്നെയായിരിക്കും നമുക്ക് ഈ ഒരു താഴെ പാർട്ടിലേക്ക് നമുക്ക് എടുത്ത് കൊടുക്കേണ്ടത്. പക്ഷേ ചുരുക്കിട്ട് കൊടുക്കേണ്ടതുകൊണ്ട് ആ അളവിനേക്കാളും എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഇരട്ടിയായിട്ടാണ് എടുത്തു കൊടുക്കുന്നത്. ഞാൻ കറക്റ്റ് പറഞ്ഞു തരേത്. നമ്മൾ കട്ട് ചെയ്ത് വെച്ച് നമ്മളെ ബോഡി പാർട്ട് ഇതാ ഇങ്ങനെ നിവർത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിവിടെ തയ്യൽ തുമ്പ് ഒരു ഭാഗത്തല്ലേ ഉള്ളൂ കാണുന്നുള്ളൂ. നിങ്ങളിതാ ആ ഒരു തയ്യൽ തുമ്പ് ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഞാൻ 1 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയെന്നേ. അളവൊക്കെ കറക്റ്റ് ആക്കിയിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യണേ. ഇങ്ങനെ കൊടുത്തു. ഇനി നമുക്കിതാ ഈ താഴെ പാർട്ടിൽ 1/2 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പാണല്ലോ, അതും ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതേ രീതിയിൽ സ്കെയിൽ വെച്ച് തയ്യൽ തുമ്പ് കൂട്ടാതെ നമുക്ക് എടുത്ത അളവൊന്ന് വേണം. 10 ഇഞ്ച്. ഇതാ തയ്യൽ തുമ്പ് 1 ഇഞ്ച് 2 സൈഡിലേയും കൂട്ടാതെ നമുക്ക് 10 ഇഞ്ച്. ഇവിടുത്തെ വേസ്റ്റ് അളവ് 10 ഇഞ്ച്, വേസ്റ്റ് റൗണ്ട് 10 ഇഞ്ച് നമുക്ക് വന്നല്ലോ. ഇതേ അളവ് തന്നെ നമ്മളെ ബാക്ക് പാർട്ടിൽ കൂടെ ഉണ്ടല്ലോ 10 ഇഞ്ച്. ഇതാ ഈ ഒരു ബാക്ക് പാർട്ടിൻ്റെ തയ്യൽ തുമ്പ് കൂട്ടാതെയുള്ള അളവ് നോക്കിക്കഴിഞ്ഞാലും 10 കിട്ടും. അപ്പോൾ 10ഉം 10ഉം 20 നമുക്ക് കിട്ടിയേ. ആ 20 ഞാനിതാ ഒരു പേപ്പറിലിട്ട് എഴുതി കൊടുക്കുക. വേസ്റ്റ് റൗണ്ട് നമുക്ക് 20 ഉണ്ട് തയ്യൽ തുമ്പ് കൂട്ടാണ്ട്. നമുക്കിതാ ഇവിടെ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ 20 തന്നെ കറക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നോക്ക് നിങ്ങൾ, നമുക്കത് എത്തൂലല്ലോ. ഞാനിപ്പോൾ ഈ ഒരു കടലാസ് തുണിയായിട്ട് നിങ്ങൾ വിചാരിക്കേ. ഇതിനെ ഞാൻ ഇങ്ങനെ ചുരുക്കിട്ട് ഇങ്ങനെ ചുരുക്കി കൊണ്ടുവരാം. കറക്റ്റ് 20 എടുത്ത തുണിയാണെന്ന് വിചാരിക്കുക. കണ്ടോ, ചുരുക്ക് വരുമ്പോൾ എല്ലാം കുറഞ്ഞ് നമുക്ക് എത്തൂല. അപ്പോൾ 20 അല്ല നമ്മൾ എടുക്കേണ്ടത്. 20ൻ്റെ കൂടെ ഞാൻ ഇരട്ടിയായിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത്, 2 ഇരട്ടിയായിട്ട് എടുക്കുന്നത്. നിങ്ങൾ വേണമെങ്കിൽ 20 × 3 ആക്കിയിട്ട് എടുത്തോ. നിങ്ങൾക്ക് 60 വേണമെങ്കിൽ 60 എന്നുള്ള രീതിയിൽ എടുക്കാം. എനിക്കിപ്പോൾ 40, 20ൻ്റെ നേരെ ഇരട്ടിയാക്കിയിട്ട് 40 ഇഞ്ചിൽ തുണി ഞാൻ കട്ട് ചെയ്തിട്ടാണ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. നേരെ ഇരട്ടിയാക്കിയിട്ട് ഞാൻ എടുത്ത് പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ്. പ്ലീറ്റ്സിന് വേണ്ടി എടുക്കുന്ന താഴെ പാർട്ടിലെ തുണി ടോട്ടൽ 42 ഇഞ്ച് നമുക്ക് വേണം തയ്യൽ തുമ്പ് അടക്കം. ഇനി തയ്യൽ തുമ്പിൻ്റെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. നോക്ക് നിങ്ങളത്, ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ താഴെ പാർട്ട് ജോയിൻ ചെയ്യുന്നത്. ഒരു ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ആ ഭാഗത്ത് തയ്യൽ തുമ്പ് വേണ്ട, ഇപ്പുറത്തെ ഭാഗത്തേ നമുക്ക് വേണ്ടു. ഞാനിതാ ജോയിൻ ചെയ്യുന്ന പോലെ കാണിച്ചു തരാമേ. ഇത് നമ്മളെ പാവാട പാർട്ടാണ്, മഞ്ഞ കടലാസ്. എന്നിട്ടിതാ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ നോക്കിയേ, അപ്പുറത്തെ ഭാഗത്തല്ലേ നമുക്ക് തയ്യൽ തുമ്പ് വേണ്ടു. 1 ഇഞ്ച് ഫ്രണ്ട് പാർട്ടിലെ തയ്യൽ തുമ്പ്, 1 ഇഞ്ച് ബാക്ക് പാർട്ടിലേത്. അപ്പോൾ 2 ഇഞ്ച് തയ്യൽ തുമ്പ്. അങ്ങനെയാണ് 40 + 2 ഇഞ്ച് വന്നത്. തയ്യൽ തുമ്പ് എടുത്തത് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. 42 ടോട്ടൽ തുണി നിങ്ങൾ കട്ട് ചെയ്തെടുക്കണം താഴെ പാർട്ടിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പാവാട പാർട്ടിലേക്കുള്ളതിൻ്റെ നീളവും വീതിയും ഇതാ ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. നീളം നമ്മളെ 12 ഇഞ്ച് വരുന്നുണ്ട്. 12 + 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്, 13.5 ഇഞ്ച് നീളവും 42 പ്ലീറ്റ്സ് അടക്കം നമ്മൾ കണ്ടുപിടിച്ച അളവ്. വീതി 42 വരുന്ന രീതിയിൽ നമുക്ക് താഴെ പാർട്ടിലെ തുണി കട്ട് ചെയ്തെടുക്കണം. ഓർമ്മിച്ചല്ലോ നിങ്ങൾ, 42 വീതി, ലെങ്ത്ത് 13.5. തുണി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടാണ് ഉള്ളത് കേട്ടോ. അത് ഫുള്ള് വലിയ തുണിയായതുകൊണ്ട് എനിക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടി സാധിച്ചില്ല. ഞാൻ പറഞ്ഞ നീളവും വീതിയിലും കട്ട് ചെയ്യുക. ഇനി നിങ്ങൾക്കിപ്പോൾ തുണി എത്തുന്നില്ല എന്ന് വിചാരിക്കുക, നിങ്ങൾ കൂട്ടി യോജിപ്പിച്ചിട്ട് നിങ്ങൾ എടുക്കണം. നമ്മളിപ്പോൾ കൂട്ടി യോജിപ്പിച്ചിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ 42 എന്ന് പറഞ്ഞത് നിങ്ങൾ 43 എടുക്കണം. കാരണം നമ്മൾ സൈഡ് ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ തയ്യൽ തുമ്പായിട്ട് 1/2 ഇഞ്ച് ഒരു പീസിൽ നിന്നും യോജിപ്പിക്കുന്ന മറ്റേ പീസിൻ്റെ അടുത്തും 1/2 ഇഞ്ച് പോകും.
അപ്പോൾ ടോട്ടൽ 43 എടുത്താലേ ആ അര ഇഞ്ച് 1 ഇഞ്ച് പോയിട്ട് 42 നിൽക്കുള്ളൂ. ഇതാ ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇത് മടക്കി ഇട്ടിട്ടാണ് ഉള്ളത് കേട്ടോ. 42 എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മടക്കി അവിടെ ഇട്ടു. ഇങ്ങനെ തന്നെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. മടക്കിയിട്ട് ഇങ്ങനെ നേർപകുതിയായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. നീളവും വീതിയും എല്ലാം കറക്റ്റ് ഞാൻ പറഞ്ഞ അതേ അളവിൽ 13.5 42 ഉണ്ടേ. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഇനി ഈ ഒരു പീസിലാണ് നമുക്ക് പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് ഈ ഒരു 42 നമുക്ക് ചെറുതാക്കി കൊണ്ടുവരേണ്ടത്. നമുക്ക് 20 എത്തിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് ആ ഒരു കണക്ക് പഠിക്കാം. ചെറിയൊരു കണക്കാണ്, നോട്ട് ചെയ്ത് വെച്ചോ. ഇനിയിപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാനത് അടുത്ത ക്ലാസ്സിൽ നോട്ട്സ് ആയിട്ട് നിങ്ങൾക്ക് തരാം. ഓക്കെ, ഇതാ പേപ്പർ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ച് നോക്കണേ, ചിലപ്പോൾ എന്തായാലും കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ള സ്ഥലമാണ്. നമ്മൾ പ്ലീറ്റ്സ് ഇടേണ്ട താഴെ പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തത് 13.5 നീളത്തിലും 42 വീതിയിലും അല്ലേ? 42 ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഈ 2 ഇഞ്ച് 42ൻ്റെ 2 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പാണ്. 40 നമ്മളെ കറക്റ്റ് അളവ്. 2 ഞാൻ തയ്യൽ തുമ്പായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തതല്ലേ? 40 എന്ന് പറയുമ്പോൾ നമ്മളെ ബോഡി പാർട്ടിൽ വേസ്റ്റ് റൗണ്ട് 20 വരുന്നത്, തയ്യൽ തുമ്പ് കൂട്ടാണ്ട്. അത് മനസ്സിലായല്ലോ. ബാക്ക് പാർട്ടിലും 10 വരുന്നുണ്ട്, ഫ്രണ്ട് പാർട്ടിലും 10 വരുന്നുണ്ട് എന്നൊക്കെ ഞാൻ എഴുതി കാണിച്ചു തന്നിട്ടുണ്ടായിന്. അങ്ങനെ 20 വരുന്നുണ്ട്. പ്ലസ് ഒരു 20 ഇഞ്ചും കൂടെ നമ്മൾ കൂട്ടിയെടുത്ത് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് ചുരുക്കി കൊടുക്കണ്ടേ? അങ്ങനെയാണ് 40 വന്നത്. ഞാനിവിടെ നമ്മളെ കറക്റ്റ് വേസ്റ്റ് റൗണ്ട് 20 എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. 20 × 2 നോക്കിയിട്ട് നമുക്ക് 40 കിട്ടി, പ്ലേറ്റ്സ് ഇടാനും കൂടി ഉള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 20 × 3 നോക്കാം, നിങ്ങൾക്ക് 3 ഇരട്ടി തുണിയാക്കിയിട്ട് എടുക്കാം, അതെല്ലാം നിങ്ങളെ ഇഷ്ടം. 40 കിട്ടി. പ്ലസ് നമ്മളൊരു തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ 42 നമുക്ക് കിട്ടിയത്. ഇപ്പം തയ്യൽ തുമ്പൊന്നും കൂട്ടണ്ട, കറക്റ്റ് 40 അളവ് മാത്രം നിങ്ങൾ ഓർത്താൽ മതിയേ. നമ്മൾ ഈ 40 അളവെന്ന് നമുക്ക് 20 കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കിട്ടണം ബോഡി പാർട്ട് ജോയിൻ ചെയ്യാൻ. അപ്പോൾ 20 മാത്രമേ നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് ചുരുക്കാനുള്ള പെർമിഷൻ ഉള്ളൂ ഇവിടെ അല്ലേ? 20 40 20 കറക്റ്റ് പ്ലേറ്റ്സ് ഇട്ട് ചുരുക്കി കഴിഞ്ഞാൽ ബാക്കി 20 കറക്റ്റ് വേസ്റ്റ് റൗണ്ട് കിട്ടും നമുക്ക്. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. ഏതായാലും വേസ്റ്റ് റൗണ്ട് നമുക്ക് 20 കിട്ടണം. അപ്പോൾ ബാക്കിയുള്ള 20 40 ബാക്കിയുള്ള 20 നമുക്ക് പ്ലേറ്റ്സിന് പീന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ബാക്കി 20 നമുക്ക് പ്ലേറ്റ്സിന് 20 40 നമ്മൾ അളവ്. മനസ്സിലായല്ലോ? 20 മാത്രം നമുക്ക് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ 20 നമുക്ക് എത്ര പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം അതെല്ലാം നമുക്ക് നോക്കണ്ടേ? എൻ്റെ ഈ പെറ്റിക്കോട്ടിന് ഇതാ 1 ഇഞ്ച് വീതിയുള്ള പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചുരുക്കി കൊണ്ടുവരാൻ 1/2 ഇഞ്ച് വീതി ആക്കാം. പ്ലേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതാ ഇങ്ങനെ ഒരു ചുരുക്ക് പോലെ ഉണ്ടാവുന്നതല്ലേ പ്ലേറ്റ്സ്. 1 ഇഞ്ച് വീതിയുള്ള പ്ലേറ്റ്സ് എന്ന് പറയുമ്പോൾ ഇതാ ഇതിൻ്റെ ഉള്ളിൽ ഇതാ ഇങ്ങോട്ടേക്ക് 1 ഇഞ്ച് വേണം, ഇങ്ങ് പുറത്തോട്ടേക്ക് 1 ഇഞ്ച് വേണം. അങ്ങനെ 1 ഇഞ്ച് വീതിയുള്ള പ്ലേറ്റ്സിൽ തന്നെ 2 ഇഞ്ച് നമുക്ക് വേണം. 1 ഇഞ്ച് വീതി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും 2 ഇഞ്ച് ആവും. 1/2 ഇഞ്ച് വീതി എന്ന് പറഞ്ഞാൽ 1 ഇഞ്ചും ആവുമല്ലോ. ഉള്ളോട്ടേക്കും പുറത്തോട്ടേക്കും വരുന്ന രീതിയിൽ നമുക്ക് 2 ഇഞ്ച് ഒരു പ്ലേറ്റിന് തന്നെ വേണം. 1 ഇഞ്ച് വീതിയുള്ള പ്ലേറ്റിന് 2 നമുക്ക് അളവ് എടുക്കേണ്ടത്. 2 ഇഞ്ച് നമുക്ക് വേണം. അപ്പോൾ 20/2 നോക്കുക നിങ്ങൾ. 20 നമ്മളെ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാനുള്ള തുണി. നിങ്ങൾക്ക് 20 അല്ല 30 പ്ലേറ്റ്സിന് അധികം എടുത്ത തുണി എന്ന് വെച്ചാൽ നിങ്ങൾ 30/2 നോക്കുക. ഇപ്പം ഞാൻ 20 പ്ലേറ്റ്സിന് എടുത്തത്. അപ്പോൾ 20 ഒരു പ്ലേറ്റിന് തന്നെ എനിക്ക് 2 ഇഞ്ച് വേണം. 1 ഇഞ്ച് പ്ലേറ്റ് വരണ്ടെങ്കിൽ 2 ഇഞ്ച് എന്തായാലും വേണം. അപ്പോൾ 20/2 നോക്കിയപ്പോൾ 10 കിട്ടി. 10 പ്ലേറ്റ്സ് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. മനസ്സിലായല്ലോ? ആ ഒരു അളവാണ് നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഇത് കിട്ടിയത്. നമുക്ക് ഈ ഒരു 20 വരുന്ന തുണിയിൽ എക്സ്ട്രാ നമ്മളെ പ്ലേറ്റ്സിന് വരുന്ന തുണിയിൽ 10 പ്ലേറ്റ്സ് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടുന്നതാണ് ഈ ഒരു കാൽക്കുലേഷൻ പ്രകാരം നമുക്ക് മനസ്സിലായത്. പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാൽ ഓരോ പ്ലേറ്റ്സും ഇട്ട് കൊടുക്കുമ്പം എത്ര വീതിയിലാണ് ഇട്ട് കൊടുക്കേണ്ടത് നമുക്ക് നോക്കണ്ടേ? എത്ര ഗ്യാപ്പിൽ വെറുതെ ഇങ്ങനെ തോന്നും പോലെ ഇട്ട് കൊടുക്കാൻ പറ്റില്ല. ആ ഒരു ഗ്യാപ്പും നമുക്ക് നോക്കണം. ഇപ്പം ഞാനിതാ 10 പ്ലേറ്റ്സിന് വേണ്ടിയിട്ട് 10 വര ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. 10 പ്ലേറ്റ്സ് നിങ്ങൾ നോക്കിക്കോ. ഇത് പ്ലേറ്റ്സ് ആണെന്ന് വിചാരിക്കുക. 10 വര കൊടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് പ്ലേറ്റ്സ് പോലെ ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കണ്ടല്ലോ. 10 എന്ന് പറഞ്ഞിട്ട് നമുക്ക് അളവ് കിട്ടിയാൽ നമുക്ക് 10 പ്ലേറ്റ്സ് അല്ല 9 കിട്ടുക. സൈഡിൽ തയ്യൽ തുമ്പിന് പോകുന്നതുകൊണ്ടാണ്. അത് നമുക്ക് ഒരു കുഴപ്പമില്ല, അങ്ങനെ തന്നെയാണ് കിട്ടേണ്ടത്. ഇതാ എണ്ണി നോക്കിയപ്പോൾ ഇതാ ഇങ്ങനെ 9 കിട്ടിയല്ലോ. ഇത് ലാസ്റ്റ് 10 2 സൈഡിലും തയ്യൽ തുമ്പായിട്ട് പോകുന്നതാണ്. അത് നേരെ ചെയ്യുമ്പേ മനസ്സിലാവുള്ളൂ.
അപ്പോൾ പ്ലേറ്റ്സ് എടുക്കുന്ന ആ ഒരു അളവും കാര്യങ്ങളും മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഇനി നിങ്ങൾ നോക്കിയാട്ടെ, ഒരു പ്ലേറ്റ് ഇട്ട് കൊടുത്തിട്ട് ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടല്ലേ അടുത്ത പ്ലേറ്റ് വരുന്നത്. ഓരോന്നിൻ്റെ ഇടയിലും ഗ്യാപ്പ് ഉണ്ട്. അല്ലാണ്ട് നമ്മൾ തോന്നും പോലെ പ്ലേറ്റ്സ് ഇങ്ങനെ അട്ടിക്കട്ടിക്ക് പിടിച്ച് ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല. കറക്റ്റ് ഗ്യാപ്പിൽ നമുക്ക് ഓരോ പ്ലേറ്റ്സും അറേഞ്ച് ചെയ്യണം. അപ്പോൾ പ്ലേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയത് 10 പ്ലേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു അളവ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടി. 20 നമ്മളെ പ്ലേറ്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ എടുത്ത് തുണിയാണല്ലോ. അപ്പോൾ നിങ്ങൾ ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. പ്ലേറ്റ്സിന് വേണ്ടിയിട്ട് എടുത്ത് 20 ഹരിക്കണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്ര പ്ലേറ്റ്സ് വേണമെന്ന് കിട്ടി. 10 എന്ന് നമുക്ക് കിട്ടി. പ്ലേറ്റ്സ് 10, 10നെ ഹരിക്കുക. 20 ഹരിക്കണം 10 നോക്കുക നിങ്ങൾ. അന്നേരം കിട്ടുന്ന അളവാണ് നമ്മളെ ഗ്യാപ്പ് അളവ് എന്ന് പറയുന്നത്. നമുക്ക് 2 ഇഞ്ച് കിട്ടും. അപ്പോൾ 2 ഇഞ്ചിലാണ് നമ്മൾ ഓരോ പ്ലേറ്റ്സും, ഒരു പ്ലേറ്റ് ഇട്ട് കഴിഞ്ഞ് 2 ഇഞ്ച് ഗ്യാപ്പ് എടുത്തിട്ട് അടുത്ത പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ 2 അളവുകൾ, പ്ലേറ്റ്സിൻ്റെ 2 കാര്യങ്ങളാണ് നമ്മളിന്ന് കണ്ടുപിടിച്ചത്. മനസ്സിലായല്ലോ? ഒന്ന് എത്ര പ്ലേറ്റ്സ് വേണമെന്ന് കണ്ടുപിടിച്ചു, 10. ആ ഒരു 10 പ്ലേറ്റ്സ് എത്ര ഗ്യാപ്പിലാണെന്ന് നമ്മൾ നോക്കി 2 ഇഞ്ച് ഗ്യാപ്പിൽ ഓരോ പ്ലേറ്റ്സും ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഈ തുണിയുടെ അകത്തേക്ക് ചെയ്യുന്ന നോക്കാം. തുണിയെല്ലാം നല്ല രീതിയിൽ നിവർത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. തുണി ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ നിവർത്തി ഇട്ടിട്ടാണ് ഉള്ളത്. ബാക്കിയെല്ലാം ക്യാമറേൻ്റെ അപ്പുറത്തെ ഭാഗത്താണ് ഉള്ളത് കേട്ടോ. അതിങ്ങനെ ഫുള്ള് ഇങ്ങനെ കാണിക്കാനൊന്നും പറ്റുന്നില്ല. ഇങ്ങനെ നിങ്ങൾ നോക്ക്. അങ്ങോട്ട് എത്തുമ്പോൾ ഞാൻ ഇങ്ങനെ കൊണ്ടുവരാം, കാണിച്ച് കൊണ്ടുവരാം കേട്ടോ. ഇങ്ങനെ നല്ല രീതിയിൽ നമ്മൾ നിവർത്തിയിട്ട് നമ്മളെ ചെറിയ പിന്നുണ്ടല്ലോ, പിന്നെ നിങ്ങൾ എടുത്ത് വെക്കണേ. കുത്തി കൊടുക്കാറുണ്ട് നമുക്ക്. ഈ ഒരു പീസിൽ ഈടെ നമുക്ക് തയ്യൽ തുമ്പാണ്. 2 സൈഡിലും നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പാണ് ഈ തുണിക്കുള്ളത്. നമ്മൾ 42 ആയിട്ടല്ലേ എടുത്തത്. 2 ഇഞ്ച് ഈ ഒരു സൈഡിൽ തയ്യൽ തുമ്പ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. താഴെയും മാർക്ക് ചെയ്തിട്ട് നമുക്ക് ലൈൻ വരച്ചിട്ട് അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കാമല്ലോ. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പുണ്ട്. ഡൗട്ട് വരുന്നുണ്ടോ നിങ്ങൾക്ക്? തയ്യൽ തുമ്പ് 42 അല്ലേ എടുത്തത്. 40 കറക്റ്റ് അളവ്. 2 ഇഞ്ച് തയ്യൽ തുമ്പ് തുണീൻ്റെ. ആ തയ്യൽ തുമ്പാണ് ഞാൻ ഇവിടെ ആദ്യം മാർക്ക് ചെയ്ത് കൊടുത്തത്. നമുക്ക് കൂട്ടണ്ട. 2 ഇഞ്ച് ഗ്യാപ്പിലാണ് നമ്മൾ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തയ്യൽ തുമ്പിൻ്റെ ഈടുന്ന് തയ്യൽ തുമ്പ് കൂട്ടണ്ട. ഈടുന്ന് അപ്പുറത്തേക്ക് 2 ഇഞ്ച് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. 2 ഇഞ്ച് ഗ്യാപ്പാണ് വരുന്നത് പ്ലേറ്റ്സിൻ്റെ ഇടയിലായിട്ട്. 2 ഇഞ്ച് നിങ്ങൾ ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് പ്ലേറ്റ്സിൻ്റെ അളവ് മാർക്ക് ചെയ്യാം. 1 ഇഞ്ച് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ 2 ഇഞ്ച് അളവ് നമുക്ക് വേണമെന്നാണല്ലോ നമ്മൾ പഠിച്ചത്. അപ്പോൾ 1 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്യുക, പിന്നെ 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. അങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത്. 2 ഇഞ്ച് ഒപ്പരെടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ട. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മളെ പ്ലേറ്റ്സിൻ്റെ ഉൾഭാഗം. ഇനി പ്ലേറ്റ്സിൻ്റെ 2 ഭാഗമുണ്ട് നമ്മളെ പ്ലേറ്റ്സിന്. അടുത്ത ഭാഗത്തേക്ക് വേണ്ടിയിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ ടോട്ടൽ 2 ഇഞ്ച് ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്യണേ. ആദ്യം 2 ഇഞ്ച് ഗ്യാപ്പ് മാർക്ക് ചെയ്തിട്ട് പ്ലേറ്റ്സിൻ്റെ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് പ്ലേറ്റ്സിൻ്റെ 1 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് എന്നിട്ട് ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്ത ഈ പോയിന്റിൽ നിന്ന് ഇപ്പുറത്തെ പോയിന്റിലേക്ക് നമ്മളിങ്ങനെ വെച്ച് ഈ പോയിന്റിൽ നിന്ന് ഈ ഒരു മാർക്കിങ്ങിലേക്ക് ഇങ്ങനെ വെച്ചേ. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഇതിൻ്റെ ഉൾഭാഗം കണ്ടല്ലോ നമ്മൾ. 1 ഇഞ്ച് ഉള്ളോട്ട് വേണം, 1 ഇഞ്ച് പുറത്തോട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ 1 ഇഞ്ച് വരെ തന്നെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് ഇതുപോലത്തെ പിന്നെടുത്തിട്ട് നമുക്കൊന്ന് കുത്തി വെക്കാം. അല്ലെങ്കിൽ അതെല്ലാം ഇളകി പോവില്ലേ. നിങ്ങൾ ഇങ്ങനത്തെ പിന്നെല്ലാം വാങ്ങി സെറ്റായിട്ട് നിൽക്കണം കേട്ടോ. നല്ല വൃത്തിയിൽ തന്നെ പഠിക്കും നിങ്ങൾ. ഒന്നാമത്തെ പ്ലേറ്റ്സ് നമ്മൾ ഇട്ടു. ഇനി അടുത്ത് ചെയ്യുമ്പോൾ അടുത്ത ഗ്യാപ്പല്ലേ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഈ ഒരു പ്ലേറ്റ്സ് എൻഡ് ചെയ്യുന്ന അവിടെ നിന്ന്, അതിൻ്റെ മുകളിലൊന്നും കയറിയിട്ട് മാർക്ക് ചെയ്യല്ലേ. എൻഡ് ചെയ്യുന്ന അവിടെ നിന്ന് 2 ഇഞ്ച് എടുത്തിട്ട് ഗ്യാപ്പ് മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ അടുത്ത ഗ്യാപ്പ് 2 ഇഞ്ചിൽ ഗ്യാപ്പിൽ പ്ലേറ്റ്സ് വരാൻ പോയെന്ന് 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടോ പ്ലേറ്റ്സിന് വേണ്ടിയിട്ടുള്ള 1 ഇഞ്ച് ഉള്ളോട്ടുള്ളതും 1 ഇഞ്ച് പുറത്തോട്ടുള്ളതും മാർക്ക് ചെയ്യുക. ആദ്യം 2 ഇഞ്ചിൻ്റെ അപ്പുറത്തുനിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത്. ഈ അളവിൽ ചെറിയ വ്യത്യാസങ്ങൾ നിങ്ങൾ വരുത്തല്ലേ. പിന്നെ ലാസ്റ്റ് എത്തുമ്പോൾ തുണിയിൽ വേരിയേഷൻസ് ഒക്കെ വരും. ഓക്കെ, വീണ്ടും 1 ഇഞ്ച് മാർക്ക് ചെയ്ത് പ്ലേറ്റ്സിന് വേണ്ടിയിട്ടുള്ള 2 ഇഞ്ച് ഇങ്ങനെ ഓരോ ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ആ രണ്ടാമത് മാർക്ക് ചെയ്തതിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. നല്ല റെഡിക്കാക്കി വെക്കുക തുണിയെല്ലാം. എന്നിട്ട് പിൻ ചെയ്ത് വെക്കാം. നോക്കിക്കേ, ഇങ്ങനെ കൊണ്ടുപോയി. രണ്ടാമത്തെ പ്ലേറ്റ് നമുക്ക് കിട്ടിയല്ലോ. പിന്നിട്ട് കുത്തി വെക്കുന്നുണ്ടേ. അപ്പോൾ 2 പ്ലേറ്റ്സ് നമുക്ക് കിട്ടി. മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നുണ്ടേ. ഇനി അടുത്ത പ്ലേറ്റ് ഇടുമ്പോഴോ ഇപ്പം ചെയ്ത പ്ലേറ്റിൽ നിന്ന് വീണ്ടും 2 ഇഞ്ച് ഗ്യാപ്പ് മാർക്ക് ചെയ്തിട്ട് പ്ലേറ്റിന് വേണ്ടിയിട്ടുള്ള അളവ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെയല്ലേ വേണ്ടത്. ഈടുന്ന് രണ്ടാമത്തെ പ്ലേറ്റിൻ്റെ ഈടുന്ന് വീണ്ടും 2 ഇഞ്ച് ഗ്യാപ്പ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത്
ഇനി നമുക്ക് പ്ലേറ്റിൻ്റെ അളവ് ഇതാ 1 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്യുന്നു. പ്ലേറ്റിൻ്റെ ഉൾഭാഗത്തെ അളവ് 1 ഇഞ്ച്, ആ പ്ലേറ്റിൻ്റെ പുറത്തേക്ക് വരുന്ന ഭാഗത്തെ അളവ്. പ്ലേറ്റിന് 2 സൈഡാണ് ഉണ്ടാവുക, ഉള്ളിലും പുറത്തും പോലത്തെ രീതിയിൽ. അതുകൊണ്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത്. ഇതാ ആദ്യം 2 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് പിന്നെ നമ്മളിതാ ലാസ്റ്റ് മാർക്ക് ചെയ്ത് അവിടത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്ത് കറക്റ്റ് അളവിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ പ്ലേറ്റ്സൊക്കെ. എന്നിട്ട് പിൻ ചെയ്ത് വെക്കുക. ഇനി അടുത്ത പ്ലേറ്റിൻ്റെ ഗ്യാപ്പ് ലാസ്റ്റ് ചെയ്ത 3ാമത്തെ പ്ലേറ്റിൻ്റെ അവിടെ നിന്ന് 2 ഇഞ്ച് ഗ്യാപ്പ് ആദ്യം മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും 1 ഇഞ്ച് പ്ലേറ്റിനെടുത്തു, വീണ്ടും പ്ലേറ്റിൻ്റെ 1 ഇഞ്ച് എടുത്ത്, എന്നിട്ട് 2 ഇഞ്ച് ഗ്യാപ്പ് മാർക്ക് ചെയ്ത് ആ പോയിൻ്റിൽ നിന്ന് നമ്മളെ 2ാമത്തെ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് പോയിൻറ്റിലേക്ക് ഇങ്ങനെ വെച്ചു, പിൻ ചെയ്ത് വെക്കുന്നു. ഇതേപോലെ കംപ്ലീറ്റ് ചെയ്ത് പോവാണ്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് 9 പ്ലേറ്റ് കിട്ടും. അങ്ങനെയാണ് നമ്മളെ കണക്ക്. നോക്കാമല്ലോ നമുക്ക്, എനിക്ക് കിട്ടുന്നുണ്ടോ നോക്കാമല്ലോ, എന്തെങ്കിലും തെറ്റ് പറ്റുന്നുണ്ടോ നമുക്ക് നോക്കാമല്ലോ. ഇതേപോലെ കുത്തിവെച്ചേ. ഇനി ഇത് ഓരോന്ന് ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോ കുറച്ച് സ്പീഡാക്കാം കേട്ടോ. ഇനി ഏറ്റവും ലാസ്റ്റത്തെ 9ാമത്തെ പ്ലേറ്റാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇതാ നമുക്ക് ഇനി എണ്ണി നോക്കിക്കഴിഞ്ഞാൽ അറിയാം കറക്റ്റ് കിട്ടീനോ ഇല്ലയോ എന്നുള്ള കാര്യം. നമുക്കെല്ലാം ലാസ്റ്റത്തൊക്കെ കറക്റ്റ് തുണിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ആദ്യം കിട്ടിയ പോലെ തന്നെ ഇതാ 3, 4, 5, 6, 7, 8, 9 നമുക്ക് 9 പ്ലേറ്റ് കറക്റ്റ് കിട്ടി. ഒരേ അളവിൽ ഒരേ ഗ്യാപ്പിൽ നമ്മളെ പ്ലേറ്റ്സ് എല്ലാം വന്നല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞ ഈ ഒരു രീതിയിൽ നിങ്ങൾ പ്ലേറ്റ്സ് ഇട്ട് പഠിച്ചോ. വയ്യ നിങ്ങൾ എല്ലാം നല്ല എക്സ്പേർട്ട് ആയി കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും ഇടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ മനസ്സിലാവും കേട്ടോ. പക്ഷേ നിങ്ങൾ പ്ലേറ്റ്സ് എടുക്കുന്ന അളവും കാര്യങ്ങളും എങ്ങനെ എടുക്കാം എന്നുള്ളത് മനസ്സിലാവാനാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞത്. ഇനി ഇതാ നമുക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് ഇവിടുന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമല്ലോ. നമ്മളിപ്പോൾ പിൻ കുത്തി വെച്ചിട്ടാണ് ഉള്ളത്. സ്റ്റിച്ചിങ് ക്ലാസ് നമ്മൾ അടുത്ത ക്ലാസ് ആയിട്ട് ഞാൻ ചെയ്യുന്നത്, ഈ ഒരു ക്ലാസ്സിലില്ല. അപ്പുറത്തെ സൈഡിൽ തയ്യൽ തുമ്പും കാര്യങ്ങളെല്ലാം കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് 20 ഇഞ്ച് പ്ലസ് 2 സൈഡിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബോഡി പാർട്ടുമായിട്ട് നമ്മൾ കണക്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് അളവിലായിരിക്കും. നമുക്ക് ഏറ്റക്കുറച്ചിലൊന്നും വരില്ലല്ലോ, കറക്റ്റ് ആയിരിക്കൂലേ. ചില ഏച്ചിമാരെ ചെയ്യുമ്പോൾ ആദ്യമൊക്കെ നല്ല പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് ഇങ്ങനെ ഒതുക്കി കൊണ്ടുവന്ന് ലാസ്റ്റ് എത്തുമ്പോൾ പ്ലീറ്റ്സ് എല്ലാം ഇട്ട് തീർത്ത് തുണി ഉണ്ടാവില്ല. പിന്നെ നിങ്ങളല്ല ആദ്യം കഴിച്ച് എല്ലാം കുളമാക്കും, തുണിയെല്ലാം തുന്നയിച്ച് കുളമാക്കിയിട്ട് അങ്ങനെ. അതാ ഞാൻ ഈ ഒരു കണക്ക് പ്രകാരം തന്നെ നിങ്ങളെ പഠിപ്പിച്ചത്. ഇപ്പം ഞാനതാ ബോഡി പാർട്ടായിട്ട് എടുത്ത് വെക്കുന്നുണ്ടേ. ഇങ്ങനെ ഞാൻ വെച്ചു, കണ്ടല്ലോ. നമുക്ക് ഇതാ ബോഡി പാർട്ടിൻ്റെ ഒരു സൈഡിൽ, ഈ സൈഡിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോയിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യുക. അപ്പോൾ കറക്റ്റ് അളവിൽ നമുക്ക് കിട്ടിയിട്ട് കണ്ടല്ലോ. അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ച് മനസ്സിലാക്കി വെക്കാനാണ് ഈ കണക്ക് തന്നെ ഞാൻ ആദ്യം നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നത് കേട്ടോ.
നമുക്കിപ്പോൾ വലിയ വലിയ ഗൗണും കാര്യങ്ങളും കുറേ പ്ലേറ്റ്സ് ഒക്കെ ഇട്ടിട്ടുള്ള ഡ്രസ്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. നിങ്ങളത് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ തന്നെ പഠിപ്പിച്ച് തരുന്നത്. ഈ പിൻകുത്തി ഇതിലേക്കൂടെ അറേഞ്ച് എടുത്തിട്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് വെക്കാം കേട്ടോ. പക്ഷേങ്കിൽ അതെല്ലാം നമ്മളെ സ്റ്റിച്ചിങ് പാർട്ട് വീഡിയോയിലാണ് കാണിക്കുക. ഇതിൽ നമ്മളെ കട്ടിങ്ങും കാര്യങ്ങളും കണക്കും എല്ലാം വരുന്നതാണ്. സത്യം പറഞ്ഞാൽ ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ നമുക്കുണ്ട്. ഞാൻ ഈ ഒറ്റ ക്ലാസ്സിൽ കട്ടിങ്ങും തിയറി എല്ലാം ആക്കിയിട്ട് ചുരുക്കിയിട്ടാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുക. നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ സ്റ്റിച്ചിങ് പാർട്ട് ഇതിൻ്റെ അകത്ത് ആക്കാഞ്ഞതും. അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും എനിക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ഒരു വീഡിയോ ചെയ്യേണ്ടി വരുമല്ലോ, അതാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് അളവുകൾ മെഷർമെൻറ്റ്സ് എഴുതി നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പേപ്പർ ഇങ്ങനെ വെച്ചത് കേട്ടോ. നിങ്ങൾ കറക്റ്റ് നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതൊരു ചാൻസ് ആക്കി എടുത്തിട്ട് ആത്മാർത്ഥമായിട്ട് തന്നെ പഠിക്കുക. ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യമേ പറഞ്ഞല്ലോ, എൻ്റെ ഓൺലൈൻ സ്റ്റുഡൻറ്റിന് എടുത്തു കൊടുക്കുന്ന ക്ലാസ്സാണ് ഞാൻ യൂട്യൂബിലേക്ക് ചുരുക്കിയിട്ട് ഇടുന്നത്. എന്തായാലും എനിക്ക് യൂട്യൂബിൽ വീഡിയോ ഇടണമല്ലോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ക്ലാസ് നല്ല രീതിയിൽ തന്നെ ചെയ്ത് നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ ഓൺലൈനായി ഹാൻഡ് എംബ്രോയ്ഡറി പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ മെസ്സേജ് അയക്കണം കേട്ടോ. മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിച്ച് സംസാരിക്കുക. ആദ്യം മെസ്സേജ് അയക്കുക. കുറേ ആൾക്കാർ വരുന്നുണ്ട്, എന്നിട്ട് ഫീസ് ചോദിച്ചിട്ട് പിന്നെ അവർ പോവാൻ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഫീസ് കൂടുതലായിട്ടാണോ എന്ന് അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ കറക്റ്റ് അളവിലാണ് ഫീസ് വാങ്ങുന്നത് കേട്ടോ. ഇനി ഫീസിൻ്റെ പ്രോബ്ലം കൊണ്ടാണെങ്കിൽ നിങ്ങൾ അത് ആദ്യമേ എൻ്റെ അടുത്ത് പറയാം. ഞാൻ കുറച്ച് സ്റ്റിച്ച് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ആ ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഫീസ് ആക്കി തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സ്റ്റിച്ചൊക്കെ കുറഞ്ഞില്ലേ പിന്നെ എന്നാൽ പഠിച്ചിട്ട് കാര്യം. അങ്ങനെയല്ല, നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളെ ഞാൻ ആക്കിയിട്ടേ വിടുള്ളൂ. അത് വേറെ കാര്യം. ഓക്കെ, 1 വീക്ക് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ചേർന്ന കുറേ ആൾക്കാർ 2 മാസമായിട്ട് ഇപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അവർ ചെയ്ത് പഠിച്ചില്ല. അവർ അത്രയും പ്രാക്ടീസ് ചെയ്ത് ഒറ്റയ്ക്ക് ചെയ്യാൻ നല്ല ഡിസൈൻ ചെയ്യാനായിട്ടാകുമ്പോൾ ഞാൻ അവരെ വിടലുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചു തന്ന ഡ്രസ്സ്, ബേബി ഡ്രസ്സ് ഒരാൾ ചെയ്തിട്ട് ഒരു ഏജ് ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട് ചെയ്തിട്ട്. അത്രയും ആത്മാർത്ഥതയിൽ അവർ പഠിക്കുന്നുണ്ട് അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അതിൻ്റെ ഫോട്ടോ കൂടെ നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ. കണ്ടല്ലോ, ചെറിയൊരു മിസ്റ്റേക്ക്, ഒറ്റ മിസ്റ്റേക്ക് മാത്രം വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ക്ലിയർ ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇൻസ്റ്റയിലാണ് അയച്ചത്. ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ സ്റ്റിച്ചിങ് പാർട്ട്, പെറ്റിക്കോട്ടിൻ്റെ സ്റ്റിച്ചിങ് അടുത്ത ക്ലാസ്സിലായിരിക്കും. 2 ദിവസമോ 3 ദിവസമോ കഴിയും കേട്ടോ. ആ വീഡിയോ ഇടാൻ കറക്റ്റ് ടൈം എനിക്ക് പറയാൻ പറ്റില്ല. കാരണം മഴയാണ്, പവർ കട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. നെറ്റൊക്കെ പോയി കഴിഞ്ഞാൽ അറിയില്ലല്ലോ. നിങ്ങൾ കാത്തുനിന്ന് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ലെങ്കിലോ. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൂടുതൽ വ്യൂ കിട്ടുമ്പോൾ ഞാൻ ക്ലാസ്സുകൾ സ്പീഡാക്കും. വ്യൂ കുറവാകുമ്പോഴാണ് ഞാൻ കുറച്ച് സ്ലോ ആക്കുന്നത്. നിങ്ങൾ നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതി നല്ല രീതിയിൽ വെക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇനി തിയറി സെപ്പറേറ്റ് പാർട്ടായിട്ട് വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾ പറഞ്ഞോ, ഞാനൊരു തിയറി ക്ലാസ് ആയിട്ട് തരാം ഇതിൻ്റെ. ഓക്കെ, നമുക്ക് എന്നാൽ പിന്നെ അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ബൈ.